പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ബഡ്ജറ്റിന്റെ അകത്ത് ഒരു കാര്യം എടുത്തുകൊണ്ട് വലിയ ചർച്ചയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സലീം കുമാറിന് സ്മാരകം നിർമ്മിക്കാനായിട്ട് 1 കോടി രൂപ അനുവദിച്ചു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും എടുത്ത് ട്രോളുന്നതും. അത് മാത്രമല്ല, ഈ പറയുന്ന വി ഡി സതീശൻ സാറിനെ കുറ്റപ്പെടുത്തുന്നതും ആ 1 കോടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര പേർക്ക് വീടുണ്ടാക്കി കൊടുക്കാമായിരുന്നു എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് എനിക്ക് പറയാനുള്ളത്, ഈ ചോദ്യം സത്യസന്ധമായിട്ടുള്ള ചോദ്യമാണെങ്കിൽ അതിന് എന്റെ അഭിപ്രായവും അത്രയൊന്നും ആവശ്യമില്ലായിരുന്നു. ഈ സ്മാരകത്തിന് വേണ്ടി ഇത്ര കോടിയൊന്നും കൊടുക്കേണ്ടതായിട്ട് ഒരു കാര്യവുമില്ലായിരുന്നു. പിന്നെ ഈ സ്മാരകം വഴി വേറെ എന്തെങ്കിലും എന്താ പറയുക, പിന്നെ കോമഡി അവതരിപ്പിക്കുന്ന കലാകാരന്മാരെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി വല്ല ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും അതിനുവേണ്ടി അത്രയും എടുത്ത് ഉപയോഗിച്ചതിനോട് യോജിപ്പില്ല. എന്നാൽ ഇതൊക്കെ പറയുമ്പോഴും ഈ ക്യാപ്സൂൾ ഏറ്റവും കൂടുതൽ എടുത്ത് ഉപയോഗിക്കുന്നത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷത്തുള്ള ആൾക്കാരാണ്. അവർ എടുത്ത് ഉപയോഗിക്കുന്നത് പാവം പിടിച്ച ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കരുതാഞ്ഞോ. നല്ല നല്ല പദ്ധതികൾ ഇവിടെ പ്രഖ്യാപിച്ചപ്പോഴും ഈ ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം പണ്ട് നമുക്ക് ഈ പറയുന്ന പാവങ്ങളില്ലായിരുന്നോ? അന്ന് ആർക്കും വീട് വെച്ച് കൊടുക്കണമെന്ന് ആർക്കും താല്പര്യമില്ലായിരുന്നോ? ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം. നിങ്ങൾ കോഴമാണി എന്ന് വിളിക്കുന്ന മുൻ ധനകാര്യമന്ത്രിയായിരുന്ന KM മാണിയുടെ സ്മാരകത്തിന് വേണ്ടി 5 കോടി രൂപ അനുവദിച്ച സർക്കാരല്ലേ? എന്തേ അന്ന് പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ പാടില്ലായിരുന്നോ? അത് മാത്രമല്ല, ലോക സമാധാനത്തിന് വേണ്ടി 2 കോടി രൂപ മാറ്റി വെച്ചിരുന്നു. എന്തേ നമ്മുടെ കേരളത്തിൽ സമാധാനമില്ലായിരുന്നു അന്ന്? എന്തേ അതെടുത്ത് ഉപയോഗിച്ചുകൂടായിരുന്നോ? എന്തേ അന്ന് നമ്മുടെ എല്ലാവർക്കും 2 നില വീടും 3 നില വീടുമായിരുന്നു ഉണ്ടായിരുന്നത്? അന്ന് ഇവിടെ പാവങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് എന്താ പറയുക, ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന സംഭവങ്ങൾ എല്ലാവർക്കും കിട്ടിയിരുന്നോ? ഇല്ല. അതിനെക്കുറിച്ച് ഞാൻ വരാം. പിന്നെ അടുത്തൊരു കാര്യം, നവകേരള ബസ്. ഈ ബസ്സിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഇതിനു വേണ്ടി ചെലവഴിച്ചത് എത്രയായിരുന്നു? 1.5 1 കോടി 5 ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി മാറ്റിവെച്ചത്, മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും സഞ്ചരിക്കാൻ വേണ്ടി. എന്തേ അന്ന് നമ്മുടെ നാട്ടില് ഈ പാവങ്ങളില്ലായിരുന്നോ? അന്ന് ക്ഷേമ പെൻഷൻ കൊടുക്കാനായിട്ട് എത്ര പേർക്ക് ബാക്കിയുണ്ടായിരുന്നു? എന്തേ അത് കണ്ടില്ലായിരുന്നോ? അത് മാത്രമല്ല, ഈ ബസ് കൊണ്ട് നിർത്താൻ വേണ്ടി സ്കൂളുകളുടെ മതിലുകൾ ഇടിച്ചിട്ട് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പ്രസംഗിക്കാൻ വേണ്ടി കൊണ്ട് നിർത്തിയത് ഇതിനെ കോടതി വിമർശിച്ചിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നോ? അപ്പൊ ഇതൊന്നും നിങ്ങൾ കണ്ടില്ലായിരുന്നു? അന്നേരം ആരും വാ തുറന്നിട്ടില്ല. അന്നേരമൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ വേണ്ട വാ തുറന്നു പറയുകയാണ് സലീം കുമാറിന്റെ ഒരു സ്മാരകവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംസാരം. ഓട്ടെ, എന്റെ അമ്മച്ചി മരിക്കുന്ന സമയത്ത് അമ്മച്ചിക്ക് 4-5 മാസത്തെ ഇത് കിട്ടിയിട്ടില്ലായിരുന്നു, പെൻഷൻ കിട്ടിയിട്ടില്ലായിരുന്നു. അതെന്തേ കൊടുക്കാഞ്ഞേ? എന്റെ അമ്മച്ചിയെ പോലെ എത്ര പേർക്ക് കിട്ടാത്തവരുണ്ട്? അതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നോ? അപ്പൊ ഇപ്പോൾ ഈ പറയുന്ന സലീം കുമാറിന്റെ സ്മാരകം നിർമ്മിക്കാൻ വേണ്ടി 1 കോടി കൊടുത്തപ്പോൾ നിങ്ങൾക്ക് പാവപ്പെട്ടവരെ സഹായിക്കരുതാഞ്ഞോ, ക്ഷേമ പെൻഷൻ കൊടുക്കരുതാഞ്ഞോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാർ എന്തുകൊണ്ട് അത് കണ്ടില്ല? അതാണ് എന്റെ ഒരു ചോദ്യം.